പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ വേണ്ട പുതിയൊരു സ്ഥലത്ത് പോകാനായിട്ട് ഇറങ്ങിയപ്പോഴേ ട്രാഫിക്കിൽ പെട്ട് കിടക്കുകയായിരുന്നു. ഇവിടെ കണ്ടോ, ബൈക്കുകാരൊക്കെ ഇടയ്ക്ക് ഇവിടെ പറന്നു പോകുന്നത്. ഇവിടെ ബീവെയർ ഓഫ് ബൈക്ക് എന്നാണ് എഴുതി വെച്ചിരിക്കുന്ന ബോർഡുകൾ. വലിയ വാഹനങ്ങളെയൊന്നും പേടിക്കേണ്ടത്, അത്രയ്ക്ക് പാഞ്ഞാണ് അവർ വരുന്നത്. അങ്ങനെ എവിടെ പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. വേണ്ടേ, നമ്മുടെ വാട്ട് അരുണിലാണ് വരുന്നത്. വളരെ ഫേമസാണ്, തായ്ലൻഡിലെ ഒരു ലാൻഡ്മാർക്കാണ് വാട്ട് അരുൺ. ഞങ്ങൾ വന്ന് ടിക്കറ്റൊക്കെ എടുത്തു. അവരവിടെ നിന്നൊരു നമ്മുടെ കയ്യിലൊരു മാർക്കിംഗ് ഒക്കെ ചെയ്തു തരും. 200 ബാത്താണ് ഒരു ടിക്കറ്റിന്. ശരിക്കും നമ്മൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്യുമ്പം തായ്ലൻഡിൻ്റെ ഒരു പ്രധാന ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ, ഒരുപാട് വിദേശികളാണ് വരുന്നത്. ഇവിടെ ഉള്ളവരെക്കാളും വിദേശികൾ ഒരുപാടുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്, നമ്മൾ അതിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഒരു ടെമ്പിളുണ്ട്. അങ്ങനെ ഞങ്ങൾ ചുറ്റും ഇങ്ങനെ നോക്കിയാണ് കേട്ടോ. അത് നല്ല ഉയരത്തിലാണ് അവർ പണിത് വെച്ചിരിക്കുന്നത്. നല്ല ഹൈറ്റുണ്ട്. നമ്മൾ താഴെ നിന്ന് ഒരു കുത്തനെ നോക്കുന്ന ഇതാണ്. എന്നിട്ട് അതിൻ്റെ വോളൊക്കെ കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത് എന്തോ ഗോൾഡൻ ഷെയ്ഡൊക്കെ വെച്ചിട്ടാണ്. നല്ല തിളക്കമാണ്, സൺലൈറ്റ് വന്നടിക്കുമ്പോഴത്തേക്കും നല്ല തിളക്കമുണ്ട് അവിടെ. അങ്ങനെ ഞങ്ങളത് ചുറ്റും ഒന്ന് നോക്കിയതാണ്ട. കണ്ടോ, ഒരു കല്യാണ പെണ്ണും ചെക്കനും അവിടെ ഉണ്ടായിരുന്നു. അവരുടെ തനതായ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ അവർ ഈ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ടെമ്പിളിലേക്ക് കയറിയാണ്. ഒരുപാട് പേര് കയറുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളും കയറാമെന്ന് കരുതി. അങ്ങനെ അകത്ത് കുറച്ച് പേരൊക്കെ ഇരിപ്പുണ്ട്. കുറച്ച് ബുദ്ധ സന്യാസിമാരൊക്കെ ഉണ്ട്. അവർ എന്തൊക്കെയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അവിടെ ഇരിക്കുന്നവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം നോക്കി നിന്നു. വളരെ ശാന്തമായൊരു സ്ഥലമാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ എന്തൊക്കെയോ പൂജകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം പിന്നെ അവരുടെ പൂജകളൊന്നും നമ്മൾ അതിനെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യണമല്ലോ, അതുകൊണ്ട് ഞാനതൊന്നും എടുത്തില്ല. അങ്ങനെ ഞങ്ങൾ വാട്ട് അരുണിൻ്റെ തന്നെ ഈ പഗോഡയിലേക്ക് പോകുന്ന പാത്താണിത്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് കയറാൻ വന്നതാണ്. കയറാൻ വന്നപ്പോൾ ഈ ഒരു പോർഷൻ കണ്ടു. ഇവിടെ നിന്ന് പറഞ്ഞാൽ ഇത് റിവറിൻ്റെ തീരത്താണ്. ഇവിടുത്തെ ഒരു ഫേമസ് റിവറിൻ്റെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പം കൂടുതൽ വിദേശികളും വരുന്നതെന്ന് വെച്ചാൽ ബോട്ടിലാണ് വരുന്നത്. അങ്ങനെ ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂവിൽ കിട്ടുന്നത്. എല്ലാവരും നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. നല്ലൊരു വ്യൂ ആയിരുന്നു. അതിൻ്റെ ഞാൻ കുറച്ചും കൂടെ അടുത്ത് നിന്ന് എടുത്തപ്പോഴത്തേക്കും കുറച്ചും കൂടെ നല്ലൊരു വ്യൂ കിട്ടിയതിൻ്റെ. സത്യം പറയാലോ, നല്ല എരി പൊരിയുന്ന വെയിലാണ് അവിടെ. നമുക്ക് നിൽക്കാനേ പറ്റത്തില്ല, അമ്മാതിരി ചൂടാണ്. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറിയാണ്. ഈ ഒരു പാത്താണ് കേട്ടോ അതിൻ്റെ അകത്തേക്ക് കയറാനുള്ള സെക്ഷൻ. അങ്ങനെ എല്ലാവർക്കും ആ റിവറിൻ്റെ അവിടെ നിന്ന് വരുന്നവർക്കെല്ലാം ഡയറക്റ്റ് ഇങ്ങോട്ടങ്ങ് കയറാം. അതിൽ വരുന്നതായിരിക്കും എളുപ്പമെന്ന് തോന്നുന്നു. ബോട്ട് വഴി വരുന്നവർക്ക് ഇങ്ങനെ കയറുന്നതായിരിക്കും എളുപ്പം. വണ്ടിയാണെങ്കിൽ നമുക്ക് പുറകിൽ പാർക്ക് ചെയ്തിട്ടൊക്കെ വരണം. അങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരുപാട് വ്ളോഗേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് പേര് ഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ നിന്ന്. അതിൻ്റെ ഇടയ്ക്ക് ഞാനും കൂടെ നിന്നൊക്കെ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത്. കണ്ടോ, ഇത്ര വലുതാണെന്ന് നോക്കി. അതിൻ്റെ അകത്തൂടെയൊക്കെ മുകളിൽ കൂടെയൊക്കെ ആളുകൾക്ക് നടക്കാനുള്ള സ്പേസ് ഉണ്ട്. നമുക്കിത് കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുമെങ്കിലും നമ്മൾ നേരിട്ട് നിൽക്കുമ്പോഴത്തേക്കും ഭയങ്കര ഉയരമാണ്. ജസ്റ്റ് ഒരു കുറച്ച് സ്റ്റെപ്പ് കയറി നമുക്ക് മുകളിലോട്ട് കയറിയിട്ട് വേണം പിന്നെ അതിൻ്റെ മുകളിലേക്ക് കയറാൻ. കണ്ടോ എത്ര ഉയരത്തിലാണ്. ശരിക്കും നമ്മൾ എരി പൊരിയുന്ന വെയിലാണെങ്കിലും ഈ വെയിലത്ത് തന്നെ നമ്മളത് കാണണം, എന്നാലേ അതിൻ്റെ ഒരു ഭംഗി നന്നായിട്ട് അറിയാൻ പറ്റൂ. ഒരു വൈറ്റ് കളറൊക്കെയാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ്. ആ പേരിൽ തന്നെയുണ്ട്. വാട്ട് അരുൺ എന്ന് പറയുമ്പോൾ നമ്മുടെ സൂര്യഭഗവാനെ ആരാധിക്കുന്ന ടെമ്പിളായിരുന്നു. ഈ കുത്തനെയുള്ള സ്റ്റെപ്പിലൂടെ ഇങ്ങനെ കയറണം. കുത്തനെ ഞാൻ വീഡിയോ എടുത്തിറങ്ങിയാൽ എൻ്റെ പല്ല് പോകും. അതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് പതുക്കെ മുകളിൽ കയറി എന്നിട്ട് അടിക്കുകയാണ്. കണ്ടോ, ഈ ഒരു സ്പേസിൽ കൂടെ മാത്രമേ നമുക്ക് നടക്കാൻ പറ്റത്തുള്ളൂ. ഇതിങ്ങനെ കറങ്ങി ഫുള്ള് ആ സ്പേസ് ഉണ്ട്, നമുക്ക് നടക്കാൻ പറ്റും. അങ്ങനെ ഇത് ചുറ്റുമുള്ള ഇത് ഒരു സൈഡിലെ വ്യൂ ആണ്. അങ്ങനെ നമുക്ക് ഈ 4 സൈഡിലായിട്ട് ആ ഗോപുരങ്ങൾ അങ്ങനെ ഉണ്ട്. ഇത് കണ്ടോ, കൊച്ചിലെ മകുടം പോലെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്, കിരീടം പോലെ. ഒരുപാട് പേര് ഇന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവരുടെ തനതായ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് അവിടെ നമുക്ക് റെൻറ്റിന് മേടിക്കാൻ കിട്ടും. അങ്ങനെ ആ ഡ്രസ്സൊക്കെ എടുത്ത് ചുറ്റി കുടയൊക്കെ പിടിച്ച് അതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഇത് കണ്ടോ, ചെറിയ വാതിൽ പോലെ, കിളിവാതിൽ പോലെ. അതിൻ്റെ അകത്തൊക്കെ ഓരോ പ്രതിമകളൊക്കെ ഉണ്ട് കേട്ടോ. ഒത്തിരി ഹിസ്റ്ററിയൊക്കെ വിക്കിപീഡിയയിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു സ്റ്റെപ്പ് കണ്ടോ, ഇത് അങ്ങേറ്റം വരെ സ്റ്റെപ്പ് ഉണ്ട്. പക്ഷെ നമുക്ക് കയറാൻ പറ്റത്തില്ല, അടച്ചു വെച്ചിരിക്കുകയാണ്. ഇത് ഈ 4 സൈഡിലും അങ്ങനെ ഉണ്ട്, സ്റ്റെപ്പുകൾ വെച്ച് അവരിങ്ങനെ അടച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ വെയിലത്ത് ഞങ്ങൾ വീണ്ടും നിന്ന് വീഡിയോ ഒക്കെ എടുത്തു. സഹിക്കാൻ വയ്യാത്തത്ര ചൂടാണ്.
ശരിക്കും എന്താണ് ഈ ഒരു മാസം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്, ചൂട് അങ്ങോട്ട് തുടങ്ങിയാണ്, ഭയങ്കര ചൂടാണ്. ഇതൊക്കെ കാണാൻ വരണമെങ്കിൽ ഒരു ഡിസംബർ ജനുവരിയിലൊക്കെ വരണം. പിന്നെ ഇതാ കണ്ടോ, 4 സൈഡിലും ഇതുപോലെ ഇങ്ങനെ ആമ്പൽ ഇങ്ങനെ വലിയ പോട്ടുകളിലായിട്ട് അവർ വളർത്തി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. അതിൻ്റെ ഇടയിലൂടെയൊക്കെ എല്ലാവരും ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല പ്രൊഫഷണലായിട്ടൊക്കെ എടുക്കുന്നുണ്ട്. എനിക്കത് പറ്റാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി എടുത്തു. പിന്നെ എന്താണ്, പിന്നെ 4 സൈഡും ഇത് തന്നെ നമുക്കതിൽ വാട്ടർമെലണിൽ കാണാൻ ഇത് തന്നെ. ഹിസ്റ്ററിയൊക്കെ അന്വേഷിച്ച് പോയാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് കണ്ടോ, നമ്മുടെ നാട്ടിലെ അശോകമരമാണ് കേട്ടോ. കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. നല്ല വലിയ മരമാണ് കേട്ടോ, ഞാൻ ചെറുതൊക്കെ കണ്ടിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു ടെമ്പിൾ ഉണ്ടായിരുന്നു. അതും ഒരു ബുദ്ധ ടെമ്പിൾ തന്നെയാണ്. ഒരുപാട് ഫോറിനേഴ്സൊക്കെ ഇന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഒരുപാട് ശില്പങ്ങളൊക്കെ വെച്ച് ആ മരങ്ങളൊക്കെ അവർ വെട്ടി വെച്ചിരിക്കുന്നതൊക്കെ നല്ല ഭംഗിയാണ്. അത് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ കാണാം. ഇത് കണ്ടോ, ഇത് വേറൊരു ഡിസൈനാണ്. വോളിലൊക്കെ വേറെ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ എന്നാലും നല്ല ഭംഗിയായിരുന്നു ഇത് കാണാനൊക്കെ. നല്ല ഉയരത്തിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, അതിൻ്റെ ഫ്രണ്ട് സൈഡിലായിരുന്നു ഇത്. കണ്ടോ, ഓരോ വരിയിലും നല്ല ഗ്ലാസ്സൊക്കെയാണെന്ന് തോന്നുന്നു. പല പല ഗ്ലാസ്സുകൾ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് ഒട്ടിച്ചൊട്ടിച്ച് വെച്ചിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. നേരിട്ടൊക്കെ നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അകത്തും കയറി. അവിടെയും നല്ല ശാന്തമായിട്ടുള്ള സ്ഥലമാണ്. ഇതിന് ചുറ്റും ഒരുപാട് ചുമർ ചിത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് മടങ്ങി പോവുകയാണ്. ഞങ്ങൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റൊക്കെ തപ്പിപ്പോയി, പക്ഷേ നടന്നില്ല. എങ്ങും പാർക്ക് ചെയ്യാനുള്ള ഓപ്ഷനൊന്നുമില്ല. നല്ല തിരക്കാണ്, അതുകൊണ്ട് ഫുഡ് കഴിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്കാണ് ഇത് കണ്ടത്. പാലസാണ് കേട്ടോ ഇവിടുത്തെ. അപ്പം ഞാൻ കരുതി അടുത്തൊരു വ്ലോഗ് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഈ പാലസ് ഫുള്ളായിട്ട് കാണിച്ചു തരാമെന്ന്. അത് നമ്മൾ രാവിലെ വന്നാലേ നടക്കും. ഈ വെയിലത്ത് നമ്മൾ രാവിലെ വരാതെ ഒന്നും നടക്കത്തില്ല. ഇത് ആക്ച്വലി ഞങ്ങൾ വാട്ടർമെലണിൽ വന്നത് തന്നെ ഒരുപാട് ലേറ്റായിരുന്നു വന്നത്. നട്ടുച്ചയാവാറായിരുന്നു. അപ്പോൾ ശരി, ബൈ ബൈ, സീ യു.